ഷെയ്ഖ് മുഖ്താർ പ്രസംഗിച്ച ഒരു വേദിയിൽ പ്രസംഗിച്ചതായി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒക്കെ മാറ്റിയാണ്. 5/5/2007 തെക്രീമിന്റെ സമ്മേളന, അതിൽ ഷാൾ അണിയിക്കുന്ന ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, അത് പറയണം. ഈ രൂപത്തിൽ ഒരു രാജ്യം മുഴുവൻ ഒരു മഹാത്മാവിനെ കൊണ്ടാഘോഷിക്കുക, ഇവിടെ കുറച്ച് ആളുകൾ ഒച്ചപ്പാട് നടത്തി പ്രസംഗിക്കുക. ആരോടായി പറയുന്നത്? ഇതൊക്കെ തരീഖത്തിന്റെ മശായിഖ്മാരുടെ പേര് അവിടുത്തെ പത്രത്തിൽ, അവരുടെ മുഖപത്രത്തിൽ വന്നിട്ടുള്ളതാണ്. അസ്ഹറിലെ പണ്ഡിതന്മാർ അന്ന് പ്രസംഗിച്ചവര് സയ്യിദ് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം, അഷേഖ് മഹ്മൂദ് ആഷൂർ അസ്ഹറിന്റെ വക്കീലാണ്, അഷേഖ് ഹുസൈൻ ഖദിർ വക്കീൽ അവൽ വസാറത്തുൽ ഔഖാഫ്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്സഈദി ജാമിയത്തുൽ അസ്ഹറിലെ ഉസ്താദാണ്, അഷേഖ് ഫർഹാത്ത് അസ്സഈദുൽ മുൻജി ജാമിയത്തുൽ അസ്ഹറിലെ ബുഊസുൽ ഇസ്ലാമിയയുടെ ഡയറക്ടറാണ്, അബ്ദുൽ ജലീൽ തിഹാമി അവിടുത്തെ മുസ്തശാറാണ്, ഖാദിരിയ ഷെയ്ഖ് തരീഖത്തിന്റെ ഷെയ്ഖ് മസ്ഊദ് ഹിജാസ്, അതുപോലെയുള്ള ഓരോ ഷെയ്ഖുമാർ, തിജാനിയ തരീഖത്തിന്റെ ഷെയ്ഖ് അസയ്യിദ് അഹമ്മദുൽ ഹാഫിദ് തിജാനി, ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ എത്തി ഉസ്താദിന് മുഖ്താർ ആരാണ്? മുഖ്താർ നിങ്ങൾ അറിയോ? എന്നാ അവര് പറഞ്ഞു തരൂലേ? കാന്തപുര മുസ്ലിയാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെയുള്ള പല പണ്ഡിതന്മാരോടും ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞതൊക്കെ തെറ്റാണ്. എനിക്ക് പറയാൻ വിഷമമുണ്ട്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്റെ പേര് അദ്ദേഹത്തിന്റെ രേഖാമൂലം കാന്തപുരം തെളിയിക്കട്ടെ. വഹാബികൾ പറഞ്ഞിട്ടുണ്ടാവും, ഭീകരവാദികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ തസവൂഫിന്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാവും. ഷെയ്ഖ് മുഖ്താറിനെതിരിൽ ഒരു അക്ഷരം പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ തസവൂഫ് അംഗീകരിക്കുന്ന ഹക്കായ ആലിമീങ്ങൾ ഒരൊറ്റ കുറ്റം പറയില്ല. വഹാബികൾ എന്നും പറയൂ, സിഎം വലിയുള്ളാഹിയെ പറ്റി പറഞ്ഞിട്ടില്ലേ? ആരെ പറ്റിയാ പറയാത്തത്? അത് വെച്ചിട്ടാണ് അവിടെ പറയേണ്ടത്? എന്നിട്ട് ഒരു ഷെയ്ഖിനെ അപകീർത്തിപ്പെടുത്തുന്ന പദപ്രയോഗങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ നിഷ്പക്ഷമതികളായ സാധാരണക്കാർ കേട്ടിട്ട് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റായ രൂപത്തിൽ കൽബിൽ ചിത്രം കൊടുത്തു പോയവർ അല്ലാഹു തആലയോട് മാപ്പപേക്ഷിക്കുക. അതിന് കാരണക്കാരായി ഒരു ചെറിയ കയ്യടക്കം നടത്തിയവർ അവരവരുടെ ഈമാനിന്റെ ആഖിറത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പേരോട് പ്രസംഗിച്ചു കൂട്ടിയത്? സുബ്ഹാനല്ലാഹ്. പേരോടിന്റെ ആ പദം ആവർത്തിക്കാൻ എനിക്ക് മടിയുണ്ട്. പക്ഷെ എന്താ? പേരോട് ചെയ്ത മുൻവിധിയോടുകൂടെയുള്ള വിരോധാണ്, അല്ലാതെ നിഷ്പക്ഷമായ പഠനമല്ല. പേരോട് പറഞ്ഞ ആ ഭാഗം കേൾപ്പിക്കാൻ വിഷമമുണ്ട്. പക്ഷെ എന്താ? അയാൾ ഇത്രത്തോളം കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നറിയുമ്പോഴേ എന്റെ ഈ പ്രസംഗത്തിന്റെ അനിവാര്യത, അല്ലെങ്കിൽ എന്റെ ഈ രീതിയെ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് മാത്രം അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ. കാട് പറയുന്ന വിവരക്കേട് എന്താ പറയുന്നത്? മുഖ്താർ മാഷ് പറഞ്ഞു കൊടുത്ത വിവരക്കേട്. ഒരു സഫീഹ് ഒരു സഫാഹത്ത് പറഞ്ഞു കൊടുത്തു, അതങ്ങനെ തന്നെ കോപ്പി അടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പറയുന്നു. അതൊന്ന് കേട്ടോളി നിങ്ങൾ. ആ ലദുന്യായ സഫാഹത്ത് മുഖ്താർ മാഷാണെങ്കിൽ ഞാൻ അബ്ദുൽ സഖാഫിയാണ്. മുഖ്താർ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ കദിബുൻ മഹദുൻ ജഹാലത്തുൻ വസഫാഹത്തുൻ അളീമത്തുൻ ശദീദത്തുൻ മുങ്കറ. എഞ്ചിനീയർ ആയാൽ ഇസ്ലാം ദീനിന്റെ കാര്യം പറയാൻ പറ്റൂല, അതിന് മുസ്ലിയാരാകണം, പണ്ഡിതനാകണം. വിവരക്കേട് വിളമ്പേ ഇമാമിങ്ങൾക്കെതിരെ, എഞ്ചിനീയറായിട്ട് ഇമാമിങ്ങൾക്കെതിരെ വിവരക്കേട് വിളമ്പേ. ഈജിപ്തിലായിട്ട് പോലും അറബി പഠിച്ചില്ലല്ലോ. ഈജിപ്തിൽ കടന്നാൽ മതിയോ? അറബി പഠിക്കണം. ഷെയ്ഖ് പച്ചക്കള്ളം പറഞ്ഞാണ്. ഈ നവീമാവിനെ നിസ്സാരപ്പെടുന്നത് കേട്ടോളി. നവീമാവിനെ പോലത്തവരോട് പറയാ, ഇവരെ സംബന്ധിച്ച് പറയാ, ഈ ഷെയ്ഖ് പറഞ്ഞു പോലും എന്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പേര് സൂചിപ്പിച്ചുകൊണ്ടുള്ള അപകീർത്തിയുടെ ആക്ഷേപത്തിന്റെ ഒരു ചെറിയ ധ്വനി, ഒരു സ്വരം ഈ വിനീതന്റെ സംസാരത്തിൽ 20 മണിക്കൂറിൽ എവിടെയാ ഉള്ളത്? പേര് നിങ്ങളിട്ടതല്ലേ? ഇമാം നവവിയെ പറ്റി ഞാൻ ആക്ഷേപിച്ചു, ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടേനല്ല. കേൾക്കുന്നവർ എന്താ കരുതുക? ഇമാം നവവിയുടെ കിതാബൊക്കെ എടുത്ത് ഉദ്ധരിച്ച് ഷെയ്ഖ് മുഖ്താർ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാ. മുഖ്താർ ആ വിഷയം തന്നെ വേണ്ടിയിട്ടില്ല. എന്നാ കക്കാടോ ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് ബഹുമാനിച്ച ഭാഗമല്ലാതെ, എന്നിട്ട് ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, ഓരോരുത്തരുടെ ഇൽമിന്റെയും അവസ്ഥയെക്കുറിച്ച് അത് നവവിയുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും അതിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് കരിവാരി തേക്ക്. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, വലിയ കുതുബിന്റെ സ്ഥാനത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ നിങ്ങളെ ഈ മുഖ്താർ മാസ്റ്റർ സംസാരിച്ചത് മുഴുവനും വിവരക്കേടല്ലേ? നേരെ പറ്റി കല്ലും മുള്ളും നീക്കലല്ല എന്ന് പറയാൻ ആരാണിവൻ? അങ്ങനെ പറയാൻ ഈ എഞ്ചിനീയർ ആരാ? നഹ്നു ബിഫദ്ലില്ലാഹി തആല നഹ്നു ബിഇൽഹാമിൻ മിനൽ ലഈൻ എന്നാണ് പറയുന്നത്. ശൈത്താന്റെ ഇൽഹാം കിട്ടിയിട്ട് പറയുന്നു എന്നാ പറയുന്നത്. ആരാണ് ഈ എഞ്ചിനീയർ?
അറിയാൻ കഴിയാത്ത പടുജാഹിലായ എഞ്ചിനീയർ. അല്ലെങ്കിൽ ശൈഖ് മുഖ്താർ പറയുന്നത് നിങ്ങളെ ശരിയായ റസദിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന വലിയ മുർഷിദ് എന്നല്ലേ പറയുന്നത്. അതാരാ പറയാത്തത്? ഫിറഔൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഫിറഔൻ പറഞ്ഞിട്ടില്ലേ? അത് ഫിറഔൻ എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ നീങ്ങിട്ട് ഞാൻ അള്ളയാണെന്ന് വാദിച്ച ഫിറഔൻ. ഓരോരുത്തരും അങ്ങനെ ഓരോന്ന് വാദിക്കലാണല്ലോ. ഫിറഔൻ വാദിച്ച ഞാൻ റബ്ബാണ് എന്നാ. മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി വാദിച്ച ഞാൻ നബിയാണ് എന്നാ. നമ്മളെ മുഖ്താർ വാദിച്ച ഞാൻ ത്വരീഖത്തിന്റെ മുറബിയായ ശൈഖാണ് എന്നാ. ആ ആലിമീങ്ങൾ എടുത്തൊരു തീരുമാനം അത് ശരിയായില്ല. അവിടെ പോയി ആ കള്ള ശൈഖിനെ കാണേണ്ടതുണ്ടായിരുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ പേരോടിന്റെ ഈ കേട്ട സംസാരങ്ങൾ, ഈ മിനിറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഓരോ പദപ്രയോഗങ്ങൾ, ഈ നയത്തിലാണ് ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങളുടെ സമീപനം എന്ന് കാന്തപുരം AP ഉസ്താദ് അവർക്ക് ഒരിക്കലെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? എങ്കിൽ അത് പ്രസംഗിക്കട്ടെ. കക്കാടിന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ കക്കാടിനോട് പറയാം. യഥാർത്ഥത്തിൽ കക്കാടിനോടല്ല വിരോധം, ഈ ത്വരീഖത്തിനോടാണ്. കാരണം ഈ ത്വരീഖത്തിൽ കൂടിയതല്ലാതെ കക്കാടിന് വേറെ കുഴപ്പമില്ല എന്നെപ്പോഴും പറയാറുണ്ട്. ഇനി ആരെയും വെറുതെ വിട്ടിട്ടില്ല. അപഹാസ്യം തന്നെ, വ്യക്തിഹത്യ. ഓരോരുത്തരെ പറ്റി KVM പന്താവൂര് വലിയ എഴുത്തുകാരനാണ് എന്ന് കരുതി മാസൂമല്ല. അദ്ദേഹത്തിന്റെ എഴുത്തിലോ മറ്റോ എവിടെയോ കുഴപ്പമോ അബദ്ധം വന്നിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം മശായിഖന്മാരുടെ കിതാബുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇസ്ലാമിനെ കുറിച്ച് എഴുതിയ ഒരു വലിയ എഴുത്തുകാരനാണ്. ത്വരീഖത്തുള്ള ആളുമാണ്. പുസ്തകത്തിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ, അതൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എന്നാലും അദ്ദേഹത്തിന്റെ പരിഭാഷക്ക് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ആരും. കക്കിടിപ്പുറം ഉസ്താദിൽ നിന്ന് ആദ്യം ആത്മീയ വഴി സ്വീകരിച്ച് പിന്നീട് കാഞ്ഞിരമുറ്റം ഷെയ്ഖിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് ഇപ്പോഴീ ഖസീദ വായിച്ചു നോക്കി. ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്ന ഖസീദ KVM പന്താവൂർ എന്ന പണ്ഡിതൻ എല്ലാ അറബി ഗ്രന്ഥങ്ങളും വായിച്ചറിഞ്ഞ് പരിഭാഷപ്പെടുത്തിയ ഭീഷണാശാലി. അദ്ദേഹം ഇത് വായിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആ സിൽസിലയുമായി ബന്ധപ്പെടണം, എനിക്ക് ദസൂഖിയത്ത് വേണം. മദീനത്തുൽ കിറാമിൽ വന്ന് ദസൂഖിയായി. അന്ന് രാത്രി തന്നെ 2 പുസ്തകം എഴുതി ദസൂഖിയത്തിനെ കുറിച്ച്. ഇപ്പോഴും കൂടി വന്നു എന്ന് കേട്ടപ്പോഴേക്ക് ആകെ ബേജാറ്. എന്നാലൊരു പ്രതിപക്ഷ ബഹുമാനം വേണ്ട, എന്തെങ്കിലും ഒരു മാന്യത വേണ്ട ഒരാളെ പറ്റി കുറ്റം പറയുമ്പോ പേരോട് അതിനെപ്പറ്റി പറഞ്ഞത് നോക്ക്. ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന്, ഈമാനിൽ നിന്ന്, അഖീദയിൽ നിന്ന്, ശരീഅത്തിൽ നിന്ന്, മതത്തിൽ നിന്ന് നശിപ്പിക്കാൻ ഒരു ബിരുദമെടുത്ത ഒരാള് കുറച്ചു കാലം നമ്മളോട് നടന്നിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിക്കാതെ തീരുമാനം എടുത്തു എന്ന് വേറെ ഒരാളും കൂടി പറഞ്ഞു കൊടുത്താൽ അതിന്റെ കൂടെ നമ്മളെ മാനസിക രോഗിയും കൂടിയിട്ടുണ്ടാകട്ടെ. ആര്? ഞാൻ നാദാവെന്ന് പറഞ്ഞ മാനസിക രോഗിയുണ്ട്. എന്താ അയാളുടെ പേര്? ആ പന്താവൂര്, KVM പന്താവൂര്. മൂപ്പരും ദസൂക്കിയായിരുന്നു. KVM പന്താവൂര് ദസൂക്കി ആത്മീയ സ്മരണയുടെ തേജോ പ്രവാഹം. മൂപ്പർക്ക് പിന്നെ എവിടെയാ സൂക്കറിൽ വെച്ചാൽ അവിടെ പോയി കൂടല. കക്കാടിന്റെ അവതാരിക ഉണ്ടോ ഇനി പിന്നെ എന്ത് പറയാനാ? സുബ്ഹാനല്ലാഹ്, ദേപ്പിൻ ഗുരുവിന് കാഞ്ഞിരക്കൊരു സാക്ഷി. പക്ഷെ ഇതിന് നന്ദിയുണ്ട് പേരോടിന്. കാരണം തരീഖത്തും ഇസ്ലാമിന്റെ വിജ്ഞാനവും KVM പന്താവൂരിന്റെ പുസ്തകങ്ങളിലൂടെ വായിച്ച 10,000ങ്ങളുണ്ട് കേരളത്തിൽ. ഈ പ്രസംഗം പേരോടിന്റെ ഇറങ്ങിയതിന് ശേഷം നിരവധി പേര് ഇവിടെ വന്ന് ബൈഅത്ത് ചെയ്തു. KVM പന്താവൂർ തരീഖത്ത് അറിയുന്ന ആളാണ്, തസവുഫ് അറിയുന്ന ആളാണ്. എഴുതിയ പുസ്തകത്തിൽ ശൈലി തെറ്റും ഭാഷാ പ്രയോഗത്തിന്റെ കുറ്റമൊക്കെ ഉണ്ടാവാ. അതിന്റെ പേരിൽ എത്രയോ ആളുകൾ ഇവിടെ വന്നു. അതുകൊണ്ട് ഈ രൂപത്തിൽ മാന്യതയില്ലാതെ ഷെയ്ഖിനെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, മൂമിനീങ്ങളെ കുറിച്ച് തത്വദീക്ഷയില്ലാതെ സംസാരിച്ച പേരോട്, ആ പേരോടിന്റെ പ്രസംഗം ഞങ്ങൾ പറഞ്ഞിറക്കിയതാണ് എന്ന് പറഞ്ഞ കാന്തപുരം മുസ്ലിയാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒറ്റൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ കാണാത്തൊരു മനുഷ്യനെ പറ്റിയാണ്, ഒരിക്കൽ പോലും നേരിൽ സംസാരിക്കാത്തൊരു മനുഷ്യനെ പറ്റിയാണ്, ഒരു മുസ്ലിമിനെ പറ്റിയാണ് നിങ്ങൾ ഈ വിധത്തിൽ വേണ്ടാത്തരങ്ങൾ പ്രസംഗിക്കുന്നത്. ഒറ്റ മറുപടിയെ പറയുന്നുള്ളൂ, നമുക്കൊക്കെ ഉള്ള അള്ളാഹു ഒരുവനാണ്. ആ കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്തണം. നിജസ്ഥിതി അറിയാതെ നടപടിയെടുക്കാൻ ആര് തന്നു നിങ്ങൾക്ക് അധികാരം? അതിന് പേരോട് തന്നെ ഖുർആൻ ഓതി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മതി. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു പറയുന്നു, നിങ്ങളൊരു കക്ഷികളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനം പറയുമ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, നിങ്ങളൊരു കക്ഷികളെ സംബന്ധിച്ച്
ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനം